ആസ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 7 ഏഴാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ, സമചതുരങ്ങളും മട്ടത്രികോണവും, ഈ ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 2 ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ കഴിഞ്ഞ 2ാമത്തെ പാർട്ടിൽ അവസാനം പറഞ്ഞു നിർത്തിയത് ഒരു ചതുരത്തിന്റെ, ഒരു റെക്ടാങ്കിളിന്റെ വികർണം, ഇതേമാതിരി വികർണം, ഈ വികരണത്തില് വരുന്ന സമചതുരത്തിന്റെ പ്രത്യേകത, അതായത് ഈ റെക്ടാങ്കിളിന്റെ ഡയഗണല് സൈഡായിട്ട് വരുന്ന സ്ക്വയറിന്റെ ഏരിയ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞ സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്തു നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോ ഇതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താക്കി മാറ്റും? ഇതിനെ ഒരു റെക്ടാങ്കിൾ ആണെന്ന് വിചാരിച്ചാൽ, ചതുരമാണ് ഇപ്പോഴിതാ ഈ 4 സൈഡും എന്ന് കരുതിയാൽ, ഈ 5 എന്ന് പറയുന്ന AC എന്ന് പറയുന്ന സൈഡ് ഈ ചതുരത്തിന്റെ, റെക്ടാങ്കിളിന്റെ വികർണം, ഡയഗണലാണ്. അങ്ങനെ ഡയഗണലായിട്ട് വരുന്ന സ്ക്വയർ, ഡയഗണൽ ഒരു സൈഡായിട്ട് വരുന്ന സ്ക്വയർ, വികർണം ഒരു വശമായി വരുന്ന സമചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് ഈ ചതുരത്തിന്റെ അഡ്ജസന്റ് സൈഡുകളുടെ സമീപവശങ്ങൾ വരുന്ന സമചതുരങ്ങളുടെ പരപ്പളവുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ സൈഡ് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ്, ഈ സൈഡ് വരുന്ന സ്ക്വയറിന്റെ ഏരിയ. അപ്പൊ ഈ സൈഡ് കൂടാതെ ഈ ട്രയാങ്കിളിന് വേറെ 2 സൈഡ് ഉണ്ടല്ലോ. ഈ സൈഡ് വരുന്ന സ്ക്വയറിന്റെയും ഈ സൈഡ് വരുന്ന സ്ക്വയറിന്റെയും ഏരിയയുടെ സമ്മായിരിക്കും ഇത് കൂട്ടിയാൽ കിട്ടുക. ഇത് 2 കൂട്ടി കഴിഞ്ഞാൽ, ഈ 2 പരപ്പളവ് കൂട്ടിയാൽ ഈ വലിയ സ്ക്വയറിന്റെ പരപ്പളവായിട്ട് കിട്ടും. മലയാളത്തിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഈ റെക്ടാങ്കിളിന്റെ ഈ സൈഡ് ഞാനങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നത് എന്താ? ഇവിടെ കിട്ടുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അത് ഏതിനും അങ്ങനെ തന്നെ. ഒരു റെക്ടാങ്കിള്, ഒരു ചതുരത്തിന്റെ വികർണം ഇതിനങ്ങ് മാറ്റിക്കളഞ്ഞാൽ ബാക്കി കിട്ടുന്നത് ഒരു മട്ടത്രികോണം, റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ആ റൈറ്റ് ട്രയാങ്കിളില് ഈ ചതുരത്തിന്റെ വികർണം, ഈ റെക്ടാങ്കിളിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്, ഈ ത്രികോണം മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സൈഡ് ആയിരിക്കും. അപ്പൊ ഇത് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സൈഡാണ് ഇത് വരുന്നത്. അപ്പൊ ഈ സൈഡ് വരുന്ന സ്ക്വയറിന്റെ ഏരിയയും, ഈ സൈഡ് വരുന്ന സ്ക്വയറിന്റെ ഏരിയയും, ഈ സൈഡ് വരുന്ന സ്ക്വയറിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയ പ്ലസ് ഈ ഏരിയ ആയിരിക്കും ഇതിന്റെ ഏരിയ. ഇതിന്റെ പരപ്പളവ് കൂട്ടണം ഇതിന്റെ പരപ്പളവായിരിക്കും ഇത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് 5 സൈഡ് ആയിട്ട് വരുമ്പോ ഇതിന്റെ പരപ്പളവ് 5 × 5 അല്ലെങ്കിൽ 5 × 5. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ എന്ന് എഴുതാം. ഇതിന്റെ പരപ്പളവ് ഇതിൻ്റെത് 3 × 3 ആണ്. സൈഡിന്റെ സ്ക്വയറിന്റെ പരപ്പളവ് ഏരിയ. അപ്പൊ അതിനെ നമുക്ക് എഴുതാം 3 സ്ക്വയർ എന്ന് എഴുതാം. ഇതിന്റെ ഏരിയ നമുക്ക് എഴുതാം, സൈഡ് 4 ആയതുകൊണ്ട് 4 × 4, അതിനെ നമുക്ക് എഴുതാം 4 സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഇതിന്റെ ഏരിയ 5 സ്ക്വയർ, ഇതിന്റെ ഏരിയ 3 സ്ക്വയർ, ഇതിന്റെ ഏരിയ 4 സ്ക്വയർ. അപ്പോൾ ഈ 3 സ്ക്വയറും ഈ 4 സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാല് നമുക്ക് ആരുടെ സ്ക്വയർ കിട്ടും? 5ന്റെ സ്ക്വയർ കിട്ടും. ശരിയാണെന്ന് നോക്കൂ. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. 9ഉം 16ഉം കൂട്ടിയാൽ 25. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ പറയുമ്പോ ഈ 3 കിട്ടി, 4 കിട്ടി, നമുക്ക് 5ന്റെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. 25 വരുന്ന ഒരു സ്ക്വയറിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത്? 25 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന, പരപ്പളവ് വരുന്ന ഒരു സമചതുരം വരക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 25നെ നമ്മൾ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയറിന് എഴുതിയാൽ മതി. 3 സ്ക്വയർ 4 സ്ക്വയർ എഴുതിയിട്ട്
3ഉം 4ഉം 3 സൈഡായിട്ടുള്ളതും 4 സൈഡായിട്ടുള്ളതും ആയിട്ടുള്ള ഈ രൂപത്തിൽ വരുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചാല് ഇതിന്റെ ഈ സൈഡ് വരുന്നത് എത്രയായിരിക്കും? ഈ സൈഡിൽ വരുന്നത് നമുക്ക് 5 സ്ക്വയർ ഉള്ള ഒരു ട്രയാങ്കിൾ ആയിരിക്കും 3ഉം 4ഉം വരുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരും, 25 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു ഏരിയയുള്ള ഒരു സ്ക്വയർ വരക്കാൻ പറഞ്ഞാൽ എന്തിനാണ് ഇത് ഇങ്ങനെ എഴുതുന്നത്? മറിച്ച് 25ന് 5x5 സൈഡ് 5 ആയിട്ട് വരച്ചാൽ മതിയില്ലേ എന്ന്. അപ്പൊ ഇത് കൃത്യമായിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് 5 എടുത്ത് വരച്ചാൽ മതി. എന്നാല് ഞാൻ പറയുന്നു, ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഏരിയ 10 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരക്കുക. ഒരു സ്ക്വയർ, ഒരു സമചതുരം. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ എഴുതും പരപ്പളവ് 10 ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള, ശ്രദ്ധിക്കോ, ഇതാണ് ഇപ്പൊ പറഞ്ഞതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരപ്പളവ് 10 ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള ഒരു സമചതുരം വരക്കുക. ഒരു സമചതുരം വരക്കുക. അപ്പൊ 10 സെന്റിമീറ്റർ ഏരിയ എന്ന് പറയുമ്പോൾ നേരത്തെ 25നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും 5x5 ഡയറക്റ്റ് വരച്ചൂടേന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് 25നെ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയറിന് എഴുതാമല്ലോ എന്ന് ഞാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെ ഏത് തരത്തിലും വരക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷെ 10 വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വരക്കാൻ പറ്റുക? റൂട്ട് 10നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലും 10 ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടുമോ? 25 ഓക്കെ, ഏതെല്ലാം ഗുണിച്ചാൽ കിട്ടും? 5x5 കിട്ടും. പക്ഷെ 10 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 കിട്ടുമോ? ഗുണിച്ചാൽ കിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഇത് വരക്കാം എന്ന് പറയുന്നത് പോലെ ഈ 10നെ വരക്കാൻ കഴിയില്ല. അപ്പോഴെങ്ങനെ വരക്കും എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത്. അത് അറിയാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ആദ്യം ഒരു 10 വരെയുള്ള സ്ക്വയർ നിങ്ങൾ എല്ലാ കുട്ടികളും അറിയണം. 1, 4, 9, 16, 25, 36, 49, 64, 81, 100. ഇത് 1 മുതൽ 10 വരെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 10 വരെയുള്ളതിന്റെ സ്ക്വയറുകൾ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള ഏത് ചോദ്യവും ഈസി ആയി ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം, ഏരിയ 10 സെന്റിമീറ്റർ ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള ഒരു സമചതുരം വരക്കണം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ അറിഞ്ഞാൽ മതി 10 താഴെയുള്ള സ്ക്വയർ എത്രയാണ്? 9. അപ്പൊ 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 + 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 10ന്റെ താഴെ 9 ആയതുകൊണ്ട് 9 + 9 1. ഈ 9നെ നമുക്ക് ഏതിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം? 3ന്റെ സ്ക്വയർ. 1നെ എങ്ങനെ എഴുതാം? 1ന്റെ സ്ക്വയർ. അപ്പൊ 10 വരുന്നതിന്റെ സ്ക്വയർ വരക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആദ്യം 3 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരക്കുക. അതിനുശേഷം നിങ്ങൾ റൈറ്റ് ട്രയാങ്കിളിന്റെ ഇത് 1, ഈ 1 ഇങ്ങോട്ട് വരക്കുക. ഓക്കെ, ഇത് 1 സ്കെയിൽ 1 സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 1 വരക്കുക. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് 3ഉം 1ഉം വന്നാല് ഇതിന്റെ താഴെ വരുന്ന ഏരിയയും ഈ ഏരിയയും കൂട്ടിയാലാണ് ഇതിന്റെ ഏരിയ കിട്ടുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 3ഉം ഈ 1ഉം വരുന്ന രീതിയിൽ ഇനി ഇവിടെ നമ്മളൊരു സ്ക്വയർ വരക്കണം. സ്ക്വയർ വരക്കാൻ നിങ്ങൾക്ക് അറിയാലോ. 3, 1 എടുത്തതിന് ശേഷം ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡ് നമുക്ക് എത്രയുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? നമ്മളുടെ കോമ്പസ് ഉപയോഗിച്ച് കട്ട് ചെയ്യണം. അപ്പോഴെന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ എങ്ങനെ ഒരു സ്ക്വയർ ഇങ്ങനെ വരക്കാൻ പറ്റുന്നില്ലാണ് ഇനി പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള നീളം, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം ഉണ്ടാവുമല്ലോ, ആ നീളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ ഒരാർക്ക് നമ്മൾ ഇങ്ങനെ വരക്കുക. ഒരാർക്ക് ഇങ്ങനെ വരക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, സെറ്റ് സ്ക്വയർ ഉണ്ട്. ഈ സെറ്റ് സ്ക്വയറിൽ ഇവിടെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സെറ്റ് സ്ക്വയർ കറക്റ്റ് ആയിട്ട് ഈ താഴത്തെ ലൈനിനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരക്കും. ഈ ലൈൻ നീട്ടി വരച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച ഈ നീളത്തിന് കണക്കായിട്ട് നമ്മൾ ഇവിടെ വരച്ച ഒരു ആർക്ക് ഉണ്ടാവില്ലേ, ആ ആർക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വരക്കാം. മുട്ടിയിട്ടുണ്ടാവും.
അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഇനി അതേപോലെ തന്നെ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് നിങ്ങൾ നേരെ ഒരു വര വരക്കുന്നു. ഈ വര വരച്ചതിന് ശേഷം നേരത്തെ കോമ്പസിലത്തെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുന്നു, ഇവിടെ അത് ഒരു ആർക്ക് വരക്കുന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി സിമ്പിൾ ആണ്. ഇതും ഈ ആർക്കും തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്കെയിൽ വെച്ചിട്ട് ഇത് രണ്ട് തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ യോജിപ്പിച്ചിട്ട് വരച്ചാൽ നമുക്ക് എന്തായി? ഇത് 3ഉം ഇത് 1ഉം ആണെങ്കിൽ 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്ര? 10 അല്ലേ വരുന്നത്. അപ്പൊ ഇത് 10 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു സമചതുരം ആയിരിക്കും. ഓക്കെ, അപ്പൊ 10 എങ്ങനെയാ വരക്കുന്നത് മനസ്സിലായല്ലോ. 10 താഴെയുള്ള സ്ക്വയർ ആദ്യം കാണുക, 9 ആണ്. 9 3ന്റെ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10നെ 9 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, ശരി. അപ്പൊ ഈ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 സ്ക്വയർ സെന്റിമീറ്ററിന് നമ്മൾക്ക് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നേരെ തിരിച്ചിട്ട് നമ്മൾക്ക് പറയുകയാണ്, ഇപ്പൊ ഈ 3ഉം ഈ തരത്തിൽ വന്നു, ഈ 3ഉം വന്നു, ഈ 1ഉം വന്നു എന്ന് വിചാരിച്ചോ. ഇനി ഇങ്ങനെയല്ലാതെ നോക്കൂ കുട്ടികളെ, 11 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരക്കണം എന്ന് വിചാരിച്ചോ. ശ്രദ്ധിക്കണേ, 2 തരത്തിലുള്ള ചോദ്യം വരില്ലേ. അതായത് 11 ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള സമചതുരം വരക്കണം. ഇതൊക്കെയാണല്ലോ 11 വരക്കണം എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ വരും? അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കുക, ഏതെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടുന്ന നമ്പർ അതിലുണ്ടോ? 11 ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള സമചതുരം വരക്കണം എന്നാണ് അടുത്ത ടൈപ്പ്. നോക്ക്, 11 ഏതെങ്കിലും നമ്പർ കൂട്ടിയാൽ 11 കിട്ടും. 11ൽ താഴെയുള്ള നമ്പർ എത്ര? 9. 9ന്റെ പേരും ഇതിൽ ഏതെങ്കിലും കൂട്ടിയാൽ 11 കിട്ടുമോ? ഇത് തമ്മിൽ കൂട്ടിയാൽ തന്നെ കിട്ടണം. വേറെ നമുക്ക് ഇപ്പൊ വേറെ നമ്പർ എടുത്തൂടാ. 9 4 കൂട്ടിയാൽ 13 ആണ്. 9 1 കൂട്ടിയാൽ 10 ആണ്. അപ്പൊ എങ്ങനെയായാലും 11 കൂട്ടി കിട്ടുന്നത് വരുന്നില്ല. കൂട്ടി കിട്ടുന്നത് വരുന്നില്ലെങ്കിൽ, ആഡ് ചെയ്തിട്ട് വരുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2 സ്ക്വയറുകളുടെ ഡിഫറൻസ് വരുന്നുണ്ടോ നോക്കേണ്ടത്. 2 സ്ക്വയറുകളുടെ ഡിഫറൻസ് നോക്ക് നിങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഡിഫറൻസ് നോക്കിയാൽ എത്ര കിട്ടണം? 11 കിട്ടണം. അപ്പൊ ഇത് തമ്മിൽ 11 ഇല്ല, ഇത് തമ്മിൽ 7 ആണ്, ഇത് തമ്മിൽ എത്രയാണ്? 9 ആണ്. ഇത് തമ്മിൽ എത്രയാണ് വരുന്നത്? 11 വരുന്നുണ്ട്. ഈ 25ഉം 36ഉം തമ്മിൽ 11. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 11 എന്ന് പറയുന്നത് 36 മൈനസ് 25 ആണ്. ഈ മൈനസ് എടുക്കേണ്ട കാരണം എന്താ? ഏത് സ്ക്വയറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടാത്തത് കൊണ്ടാണ്. 36 ഏതിന്റെ സ്ക്വയർ ആണ് നോക്കിയാൽ 6ന്റെ സ്ക്വയർ ആണ്. 25 ഏതിന്റെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ ആണ്. അപ്പോ ഈ 11 ഒരു സ്ക്വയർ ഏരിയ കിട്ടണമെങ്കിൽ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് വേണം. അപ്പോഴെന്തായിരിക്കും പ്രത്യേകത? പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു തരത്തിലും പറഞ്ഞൂടെ, 3 സ്ക്വയറും 4 സ്ക്വയറും കൂട്ടിയാൽ 5 സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നോക്കൂ കുട്ടികളെ, ഇവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 3 സ്ക്വയർ സമം എന്ത് പറയാൻ പറ്റും? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് പറയാലോ. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എത്രയായിരിക്കും? 3 സ്ക്വയർ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഈ മൈനസ് 4 സ്ക്വയർ അങ്ങോട്ടായി. അപ്പൊ എത്രയായിരിക്കും? ഈ തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ വരുമ്പോ ഏറ്റവും വലിയ സൈഡും ആയി, പിന്നെ ഒരു ചെറിയ സൈഡുമാണ് വേണ്ടത്. അപ്പൊ മൈനസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്ക്വയറുകളുടെ ഡിഫറൻസ് വരുന്ന സമയത്ത് ഇത് ഈ ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ വശമായിരിക്കും ഈ ആദ്യം വരുന്നത്. അത് ഓർമ്മിച്ചു വെക്കണം. അപ്പൊ 6 എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വരക്കുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇതിൽ ഏതാണ് 6? ഇതായിരിക്കും 6. 5 എന്ന് പറയുന്നത് ഏതാവാം? ഒന്നുകിൽ ഇതാവാം, അല്ലെങ്കിൽ ഇതാവാം. അപ്പൊ നമ്മൾക്ക് ഇത് എങ്ങനെ വരക്കും എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? 6 സ്ക്വയർ മൈനസിലാണ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും വലിയ സൈഡ് ആയിരിക്കണം 6. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 5 സെന്റിമീറ്റർ നീളത്തിൽ. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് പ്രിയപ്പെട്ട കുട്ടികളെ? നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കോ, ഇവിടെ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വര കുത്തനെ വരക്കുക. ഒരു വര കുത്തനെ വരക്കാണ്. എത്ര നീളമുണ്ട് നമുക്കറിയില്ല, പക്ഷേ നമ്മൾക്കറിയാം ഇങ്ങനെ വരച്ചാല് ഈ നീളം എത്ര വേണം? 6 വേണം. കാരണം റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? കോമ്പസിൽ നമ്മൾ 6 സെന്റിമീറ്റർ എടുക്കുക. കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് നമ്മൾ 6 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരച്ചു കൊടുക്കുന്നു.
ഇതേമാതിരിയുള്ള ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് നമ്മൾ ഇങ്ങനെ വരക്കുന്നു. ഓക്കെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ നീളം സ്കെയിൽ വെച്ച് യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടും. ഈ നീളം എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ കറക്റ്റായി ഇത് 6 എന്ന് കിട്ടി, ഇത് 5 എന്ന് കിട്ടി. അപ്പൊ ഏറ്റവും വലിയ സൈഡ് 6 കിട്ടിയില്ലേ, ഇത് 5 കിട്ടി. അപ്പൊ ഏതായിരിക്കും ബാക്കിയുള്ള സൈഡ്? ഈ 11 എന്ന് പറയുന്നത് ഏത് ഭാഗത്തായിരിക്കും? ഈ ഭാഗത്തായിരിക്കില്ല സ്ക്വയർ വരിക. അപ്പൊ ഇത് 25 വരും. 5 5 25 വരും. ഈ ഭാഗത്തായിരിക്കില്ല. 6 6 36 വരും. അപ്പൊ 11 ഏതായിരിക്കും വരിക? ഈ ഭാഗത്ത് വരക്കുന്ന സ്ക്വയർ ആണ് എത്ര വരിക? ഏരിയ 11 സ്ക്വയർ വരല്. അപ്പോ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളത്തിലുള്ള ഒരു സ്ക്വയർ നമ്മൾ വരക്കാൻ പറ്റുമല്ലോ. എങ്ങനെ വരക്കാൻ പറ്റും? ഇത് മാതിരിയുള്ള സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ താഴത്തെ ഭാഗം നീട്ടി വരക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ നീളം കോമ്പസിൽ എടുക്കുക. സിമ്പിൾ ആണ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. ഈ നീളം കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ ഈ നീളം എടുത്തില്ലേ, എടുത്തിട്ട് അത് ഇവിടെ ഒരു ആർക്ക് വരക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ അതിന് കണക്കായിട്ടുള്ള ഒരു ആർക്ക് ഇവിടെ വരക്കുക. ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പൊ സെറ്റ് സ്ക്വയർ വീണ്ടും എടുക്കുക. ഇവിടുന്ന് നമ്മൾ എടുത്തിട്ട് ആ വര എന്ത് ചെയ്യുക? ഈ വര നീട്ടി വരക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കോമ്പസിൽ ഇവിടെ ഒരു അളവില്ലേ, ആ അളവിൽ നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഇവിടുന്ന് കോമ്പസിനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ വരക്കുക. കറക്റ്റ്. അപ്പൊ എന്തായി മാറി? ഇത് ജോയിൻ ചെയ്താൽ, സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്താൽ ഇതിന്റെ ഏരിയ എത്ര വരും? 11 സ്ക്വയർ സെന്റിമീറ്റർ. 11 ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ ആയി മാറി. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പറഞ്ഞതിൽ നിന്ന് 2 കാര്യമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരു സ്ക്വയറിന്റെ ഏരിയ, ഒരു സമചതുരത്തിന്റെ പരപ്പളവ് ഇത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഏരിയയെ, ആ പരപ്പളവിനെ 2 സ്ക്വയറുകളുടെ സമ്മായിട്ട് എഴുതാൻ, തുകയായിട്ട് എഴുതാൻ പറ്റുമോ നോക്കുക. തുകയായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സൈഡുകൾ എന്തായിരിക്കും? ഇങ്ങനെയും വരുന്ന സൈഡുകളായിരിക്കും തുകയായിട്ട് വരുമ്പോൾ. അപ്പൊ ഇതിനെ യോജിപ്പിച്ചിട്ട് ഇവിടെയാണ് എന്ത് വരക്കേണ്ടത്? സ്ക്വയർ വരക്കേണ്ടി വരിക. വ്യത്യാസം ആണ് വരുന്നത് എങ്കിൽ, ഉദാഹരണം 11 പറഞ്ഞതുപോലെ ഏത് 2 കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടില്ല. അപ്പോൾ വ്യത്യാസം ഡിഫറൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ അവയുടെ സ്ക്വയറുകൾ കണ്ടിട്ട് ഒരു സൈഡ്, ഈ വലിയ സൈഡിൽ ആദ്യം വരക്കേണ്ടത്, ചെറിയ സൈഡാണ് ഫസ്റ്റിൽ വരക്കേണ്ടത്. 5 വരച്ചു. അതിനുശേഷം ഈ സൈഡിൽ സെറ്റ് വെച്ചിട്ട് നീട്ടി വരക്കുക. എന്നിട്ട് അതില് ആർക്ക് ഏറ്റവും വലിയ സൈഡ് ഇവിടെ കട്ട് ചെയ്യണം. ശ്രദ്ധിക്കണം, ആദ്യം വരക്കേണ്ടത് ചെറിയ സൈഡാണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, പേജ് നമ്പർ 157 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്ര ഏരിയയുള്ള ഒരു സ്ക്വയർ വരക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 17 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരക്കണം. ഓക്കെ, അപ്പൊ ഈ 18 19 ഇത് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? 17 താഴെയുള്ള സ്ക്വയർ ഏതാ വരിക? 17 താഴെയുള്ളത് 16, 4ന്റെ സ്ക്വയർ ആണ് അല്ലെ. 16 ഒന്നും കൂട്ടിയ 17 ആണ്. അപ്പൊ 4 സ്ക്വയർ 1 സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 4 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു വര വരക്കുക. അതിനുശേഷം സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾക്ക് ഇപ്പുറോ അല്ലെങ്കിൽ അപ്പുറോ ഏത് ഭാഗത്ത് വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗത്താണ് വരക്കുന്നതെങ്കിൽ നമ്മൾ 1 സെന്റിമീറ്റർ, ഒറ്റ സെന്റിമീറ്റർ നീളത്തിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഒരു വര വരക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. ഇനി എവിടെയാണ് നമ്മൾ സ്ക്വയർ വരക്കേണ്ടത്? ഈ സൈഡിൽ സ്ക്വയർ വരച്ചാൽ അതിന്റെ ഏരിയ 17 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നീളത്തിൽ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങോട്ട് വരക്കുക, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങോട്ട് മട്ടം വരച്ചിട്ട് ഇവിടെയും വരക്കുക. ഈ നീളം സെറ്റ് കോമ്പസിൽ അളന്നെടുത്തതിന് ശേഷം അത് 2 യോജിപ്പിച്ചാൽ ഇതിന്റെ ഏരിയ 17 സ്ക്വയർ സെന്റിമീറ്റർ, 17 ചതുരശ്ര സെന്റിമീറ്റർ അളവുള്ള എന്തായി മാറി? സ്ക്വയർ ആയിട്ട് മാറി. രണ്ടാമത്തത് 18 ആണ്. 18 എന്ന് പറയുമ്പോൾ അതിൽ താഴെ വരുന്നത് ഏതാ? 16 ആണ്. നോക്കൂ കുട്ടികളെ, 18നെ 16 + 2 എന്നാണ് എഴുതാൻ പറ്റുക. 16 4ന്റെ സ്ക്വയർ ആണ്. 2 ഏതിന്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയില്ല. 2 തുല്യ സംഖ്യകൾ ഗുണിച്ചാൽ ഈക്വൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല. അപ്പൊ 16ഉം 2 നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പൊ 18നെ എങ്ങനെ എഴുതാം? 16 താഴെ വരുന്നത് 9 ആണ്, 9 ആണ്. 9 + 9 എഴുതാം. 9 ആരുടേതാണ്? 3 സ്ക്വയറിന്റെ. 9 ആരുടെ? 3 സ്ക്വയർ. അപ്പൊ എന്താണ് വഴി? പ്ലസ് അല്ലേ ഇവിടെ ഉള്ളത്? അപ്പൊ ആദ്യം 3 സെന്റിമീറ്റർ വരക്കുക. ഇങ്ങോട്ടും അതേപോലെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 3 സെന്റിമീറ്റർ വരക്കുക. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിക്കുക. ഇനി ഈ സൈഡ് വരുന്ന രീതിയിൽ
നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു വര വരക്കുക, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു വര വരക്കുക. ഈ നീളം കോമ്പസിൽ എടുത്തിട്ട് കോമ്പസിനെ കൊണ്ട് ഇങ്ങനെ ആർക്ക് ഇവിടെ വരപ്പിക്കുക, ഇവിടെ വരക്കുക, ഇവിടെ അതേപോലെ വരക്കുക, രണ്ടും യോജിപ്പിക്കുക. അപ്പോൾ എന്തായി മാറി? ഇതിന്റെ ഏരിയ എത്ര കിട്ടും? നമുക്ക് ഉത്തരം 18 കിട്ടും സ്ക്വയർ സെന്റിമീറ്റർ. ഈസി ആണല്ലോ, 18 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ഇവിടെ നോക്കുക, 19 ആണ്. 19 കിട്ടാൻ ഏത് നമ്പർ നിങ്ങൾ കൂട്ടി നോക്കിയാലും ആഡ് ചെയ്താൽ 19 കിട്ടില്ല. അതായത് 16 ആണ് താഴെ വരുന്ന സ്ക്വയർ ആദ്യം, അല്ലെ? സ്ക്വയറിൽ 16 അല്ലേ വരുന്നത്. 16ന്റെ കൂടെ 3 കൂട്ടിയാലാണ് കിട്ടുക. 3നെ ഈക്വൽ നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ കഴിയില്ല. അപ്പൊ 16 ശരിയാവില്ല. 16ന് 19 കഴിഞ്ഞ പിന്നെ 16 കഴിഞ്ഞാൽ 9 ആണ് വരല്. 9നെ കൂട്ടുമ്പോൾ അതിലൂടെ മറ്റേത് 10 വരും. 10ന് നമുക്ക് ഈക്വൽ നമ്പർ ആയിട്ട് എഴുതാൻ കഴിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 19 എഴുതിയാൽ 16 പ്ലസ് 3നെ എഴുതാൻ പറ്റൂലൂ. 3നെ നമുക്ക് ഈക്വൽ നമ്പർ ആയിട്ട് എഴുതാൻ പറ്റില്ല. 4നെ 4 സ്ക്വയർ, 16നെ 4 സ്ക്വയറിന് എഴുതാം. 19 വേറെ തരത്തിൽ എങ്ങനെ എഴുതാൻ പറ്റില്ല? 9 പ്ലസ് 10 അതും നമുക്ക് ബാധിക്കില്ല. 9നെ എഴുതാം 3 സ്ക്വയർ ആയിട്ട്, 10നെ എഴുതാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കൂട്ടിയിട്ട് നമുക്ക് ഒരു നമ്പറും 19 കിട്ടില്ല. അപ്പൊ കൂട്ടി കിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുള്ളൂ? കുറച്ചിട്ടേ കിട്ടുള്ളൂ. അങ്ങനെ ഏതെല്ലാം സ്ക്വയറുകൾ കുറച്ച് കിട്ടി 19 കിട്ടും നോക്കിയാൽ 100ൽ നിന്ന് 81 പോയാൽ 19 ആണ്. 100ന്റെ 10 സ്ക്വയർ, 81ന്റെ 9 സ്ക്വയർ. അപ്പൊ അതിന്റെ എങ്ങനെയാ വരക്കാൻ പറഞ്ഞത്? ആദ്യം വരക്കേണ്ടത് ചെറുതാണ്. മൈനസ് വരുമ്പോൾ ആദ്യം വരക്കേണ്ടത് ചെറുത്. ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യം നിങ്ങൾ 9 സെന്റിമീറ്റർ വരച്ചു. ആ വരച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇവിടെ നിന്ന് ഒരു വര മറ്റുള്ള ഇങ്ങനെ എത്ര വരക്കുന്നു? ഇവിടെ നമ്മൾ നീട്ടി വരക്കുന്നു. യെസ്, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ 10 സെന്റിമീറ്റർ ആർക്ക്, 10 സെന്റിമീറ്റർ വരക്കേണ്ടത് ചാപം, വൃത്തഭാഗമാണ് വരക്കേണ്ടത്. അപ്പോൾ കോമ്പസിൽ 10 സെന്റിമീറ്റർ എടുക്കാം. ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് ആ 10നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ട് ജോയിൻ ചെയ്യാം. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ തരത്തിലുള്ള ഡയഗണൽ ഈ തരത്തിലൊന്ന് കിട്ടും നമുക്ക്. അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങോട്ട് നീട്ടി വരക്കുക, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങോട്ട് നീട്ടി വരക്കുക. ഈ നീളം കോമ്പസിൽ എടുത്തിട്ട് കോമ്പസിനെ കൊണ്ട് എന്ത് ചെയ്യാം? കോമ്പസിൽ എടുത്തിട്ട് കോമ്പസിനെ കൊണ്ട് ഇങ്ങനെയും കോമ്പസിനെ കൊണ്ട് ഇവിടെയും വരക്കുക. ഒരേ ദൂരം, ഈ ദൂരം തന്നെ ഇവിടെയും വരക്കുക. വരച്ചു കഴിഞ്ഞ ശേഷം രണ്ടും കൂടെ യോജിപ്പിക്കുക. അപ്പൊ ഇതിന്റെ എത്ര കിട്ടും നമുക്ക്? 19 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ തരത്തിലാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കുക. ഏത് ആദ്യം വരക്കണം, ഏത് രണ്ടാമത് വരക്കണം എന്ന് ഓർത്ത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ ടെക്സ്റ്റിൽ കാണുന്ന ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കൂ. അവിടെ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ചിത്രങ്ങളുടെ നോക്കിക്കോളൂ. ഇൻ ദി പിക്ചർ ബിലോ dots are marked 1 centimeter apart horizontally and vertically, and some of these are joined to make squares. അങ്ങനെ സ്ക്വയേഴ്സ് ഇത് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ദർ ഏരിയാസ് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ചിത്രങ്ങളെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ചിത്രത്തിലെ പേജ് നമ്പർ 153 നിങ്ങൾക്ക് ഇതേമാതിരി 4 ചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഡോട്ട്സുകൾ തമ്മിൽ ഇവിടെ അതിലൊരുപാട് ഡോട്ട്സ് ഉണ്ട്, കുറച്ച് സമചതുരങ്ങൾ സ്ക്വയേഴ്സും അവിടെയുണ്ട്. ഈ സ്ക്വയേഴ്സിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈ 2 ഡോട്ടുകൾ തമ്മിൽ 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. 2 ഡോട്ടുകൾ തമ്മിലുള്ള, അതായത് ഒരു ഡോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ ആണ്. ഇവിടത്തേക്ക് 1 സെന്റിമീറ്റർ, ഇവിടത്തേക്ക് 1 സെന്റിമീറ്റർ തോതിലുള്ളത്. എങ്കിൽ ഇതിന്റെ പരപ്പളവ് എത്രയായിരിക്കുന്നതിനാണ്. പ്രിയപ്പെട്ട കുട്ടികൾ ഒന്ന് അറിയാം, ഇവിടുന്ന് ഇവിടത്തേക്ക് 1, ഇവിടുന്ന് ഇവിടത്തേക്ക് 1, ഇവിടുന്ന് ഇവിടത്തേക്ക് 1. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയായി? 3 ആയി, അല്ലെ? 3 ആയി. ഇവിടുന്ന് ഇവിടത്തേക്ക് 1 ഉണ്ട്, ഇവിടത്തേക്ക് 1 ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്താല് ഈ നീളം 3, ഈ നീളം 2. ഇതാ നോക്കിക്കോളൂ, ഇങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞാല് ഈ നീളം 3 കിട്ടും, ഈ നീളം 2 കിട്ടും. അപ്പൊ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? ഇതിന്റെ സ്ക്വയറും കൂട്ടിയാൽ മതി. അതായത് ഇതിന്റെ ഇവിടെ വരുന്നതിന്റെ ഈ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 സ്ക്വയറും 2 സ്ക്വയറും കൂട്ടുന്നത് ഏറ്റവും വലിയ സൈഡ് അല്ലേ? അപ്പൊ 3 സ്ക്വയർ 2 സ്ക്വയറും കൂട്ടി നമുക്ക് എത്ര കിട്ടും?
9 4 13 അതിന്റെ ഏരിയ. സിമ്പിൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ നീളം എത്രയാന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇതിന്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ ആവും. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ട്, 1 ഉണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര, 1. അപ്പൊ 1 1. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര വരും, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. അപ്പൊ 1ന്റെ സ്ക്വയർ 1 ആണ്. 1 പ്ലസ് 1 എത്ര, 2. അപ്പൊ ഇതിന്റെ ഏരിയ 2 സ്ക്വയർ സെന്റിമീറ്റർ, 2 ചതുരശ്ര സെന്റിമീറ്റർ. ഇനി ഇവിടത്തേക്ക് നോക്കൂ, ഈ സൈഡ് എങ്ങനെ വരുന്നു നോക്കൂ. അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് 1, ഇവിടത്തേക്ക് 1. അപ്പൊ ടോട്ടൽ വരുന്നത് 2. ഇവിടത്തേക്ക് 1 2 3 4, ഇവിടത്തേക്ക് വരുന്ന 4. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര വരും, 2 സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, 4 സ്ക്വയർ. അപ്പൊ 4 പ്ലസ് 16, 4 സ്ക്വയർ 16, 4 16 കൂട്ടിയാൽ 20 സ്ക്വയർ സെന്റിമീറ്റർ, 20 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇതിലത്തെ ചിത്രം ഇവിടെ ഒന്നുണ്ട്. ഇത് നിങ്ങൾ പറയും, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായി കഴിഞ്ഞാല് ആ റൈറ്റ് ട്രയാങ്കിൾ ഇത് 1 ആണ്, ഇത് 2 ആണ്. അപ്പൊ അതിന്റെ ഹൈറ്റ് ഇതാ, ഏറ്റവും വലിയ സൈഡ് ഇതല്ലേ വരുന്ന വലിയ സൈഡ്. വലിയ സൈഡ് കണ്ടുപിടിക്കാൻ കൂട്ടണം. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. നമുക്ക് എത്ര കിട്ടും, 1 4 5 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ പരപ്പളവ്, ഏരിയ വരുന്നത്. അപ്പൊ എല്ലാം ഈസി ആയിട്ട് ഒന്നുമല്ല, 1 2 3 4. അപ്പൊ അതിന്റെ സൈഡിലുള്ള ഡോട്ടിനെ കൊണ്ട് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം ഉണ്ടാക്കുക. അതിന്റെ സൈഡുകൾ എത്രയുണ്ടെന്ന് എഴുതുക. ആ സൈഡിന്റെ നീളത്തിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ ഏരിയ. അപ്പൊ ഇതിന്റെ ഏരിയ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പൊ എത്ര, 9 4 13. അത് ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. കൃത്യമായിട്ട് വായിച്ചിട്ട് കൃത്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലാണെങ്കിൽ നിങ്ങൾ എത്ര ഉയർന്ന ക്ലാസ്സുകളിലെല്ലാം വരുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഒരു മട്ടത്രികോണമാണ് ഇത്. ആ മട്ടത്രികോണത്തിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 4 3. പെർപെൻഡിക്കുലർ സൈഡ്സ് പറഞ്ഞ അർത്ഥം 2 സൈഡുകൾ 90 ഡിഗ്രി 90 ഡിഗ്രി ഉണ്ടാക്കുമ്പോഴാണ് ലംബവശങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ലംബവശങ്ങൾ, പെർപെൻഡിക്കുലർ സൈഡ്സ്, അതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ നീളം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ, ഈ 4 വരുന്ന സമയത്ത് 4 വരുന്ന ഒരു സ്ക്വയറും ഇതിന്റെ ഏരിയ, 3ന്റെ സ്ക്വയർ ഇതിന്റെ ഏരിയ കൂട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് 5 എന്ന് നേരത്തെ കിട്ടിയിരുന്നു. അതായത് ഈ 3ന്റെ സ്ക്വയറും ഈ 4ന്റെ സ്ക്വയറും കൂട്ടിയാൽ ഇതിന്റെ വരുന്ന ഏരിയ കിട്ടും. അത് എത്രയാ വരില്ലേ, 25 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. 9ഉം 16ഉം കൂട്ടിയ 25 ആണ്. 25 ഏരിയ വരുന്ന ഒരു സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സൈഡ് വരുന്നത് എത്രയാ വരിക, 5 സ്ക്വയർ. 5 ആണ് അതിന്റെ ഒരു സൈഡായിട്ട് വരിക. അപ്പോൾ ആ ഒരു ഐഡിയയെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഈ ഒരു മട്ടത്രികോണത്തിന്റെ സമീപവശങ്ങളുടെ നീളങ്ങൾ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാല് ആ സമീപവശങ്ങളുടെ നീളങ്ങളുടെ വർഗങ്ങളുടെ തുകയായിരിക്കും ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സൈഡിന്റെ സ്ക്വയർ വരിക. ഏറ്റവും വലിയ സൈഡിന്റെ സ്ക്വയർ, വർഗം വരിക. ഇംഗ്ലീഷിൽ പറഞ്ഞാല് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, ഓക്കെ, പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സ്ക്വയർ, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് in a right triangle is square of the largest side. അതായത് ഏറ്റവും വലിയ സൈഡിന്റെ സ്ക്വയർ. അപ്പൊ റൈറ്റ് ട്രയാങ്കിളിലെ ഏറ്റവും വലിയ സൈഡിന് ഒരു പേരുണ്ട്, ഹൈപ്പോട്ടന്യൂസ്. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഹൈപ്പോട്ടന്യൂസ് എന്നാണ് ഈ സൈഡിന് പറയാ. മലയാളത്തില് കർണം എന്ന് പറയും. മലയാളത്തിലെ കർണം. അപ്പൊ നമ്മൾക്ക് പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, ഏറ്റവും വലിയ സൈഡ് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്ക്വയർ ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. സ്ക്വയർ ഓഫ് എന്താ വരിക, സ്ക്വയർ, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഏറ്റവും വലിയ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് 2 സൈഡുകളുടെ സ്ക്വയറുകളുടെ സമ്മിന് തുല്യമാണ്. മലയാളത്തിൽ പറഞ്ഞാല് കർണത്തിന്റെ സ്ക്വയർ,
കർണം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ വരിക? ലംബവശങ്ങളുടെ എഴുതാൻ ലംബങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. തുകക്ക് തുല്യം. അപ്പോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്നറിയോ? ഒരു സിദ്ധാന്തമായിട്ട് പറയും പൈത്തഗോറസ് സിദ്ധാന്തം. പൈത്തഗോറസ് തിയറി ഇംഗ്ലീഷില് തിയറം. പൈത്തഗോറസ് മലയാളത്തിൽ പഠിക്കേണ്ടത് അങ്ങനെയാണ്. പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയും ഈ പറയുന്ന കാര്യം. പേര് ഓർമ്മിക്കുമ്പോൾ അത് പറയുന്നത് ചെറിയ രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സം ആയിരിക്കും തേർഡ് സ്ക്വയർ. മനസ്സിലായോ? ചെറിയ രണ്ട് സൈഡുകളുടെ വർഗങ്ങളുടെ തുകയായിരിക്കും ഏറ്റവും വലിയ വശത്തിന്റെ സ്ക്വയർ വരിക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ പേര് എ ബി എന്നാണ് എങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും AB. ശ്രദ്ധിക്കണം, AB സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അല്ലെങ്കിൽ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇനി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയുന്നു. ഇത് ഓക്കെ ആണല്ലോ? ഏറ്റവും വലുതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മറ്റു രണ്ട് സൈഡിന്റെ സ്ക്വയറുകളുടെ സം. ചെറിയ രണ്ട് സൈഡിന്റെ സ്ക്വയർ. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളെ ഇത് നമുക്ക് എത്ര കിട്ടി? നേരത്തെ 5 സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. 9 16 കൂട്ടിയിട്ട് നോക്ക്. ഇത് എത്ര കിട്ടും? 9. 3ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 25. അപ്പൊ 25നെ എങ്ങനെ എഴുതാം? 5ന്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയറും കൂട്ടുന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാല് 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയറിൽ നിന്ന് 4ന്റെ സ്ക്വയർ കുറക്കുന്നതാണ്. കറക്റ്റ് അല്ലേ? 25 എന്ന് പറഞ്ഞാല് 25 9 പ്ലസ് 16 ആണ്. നോക്കൂ, 25 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 16 ആണ്. അപ്പൊ 9 എന്ന് പറഞ്ഞാലോ 25 മൈനസ് 16 ആണ്. അതേപോലെ 4 സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ്. അപ്പോൾ ഓർമ്മിക്കണം, ഏറ്റവും വലിയതിന്റെ സ്ക്വയർ ആണ് മറ്റു രണ്ടെണ്ണത്തിന്റെ സ്ക്വയറുകളുടെ സം. തുക കൂട്ടേണ്ടത്. ഏറ്റവും വലുതിനെ കാണാൻ കൂട്ടുക, ഏറ്റവും ചെറുതുകളെ കാണാൻ വേണ്ടിട്ടോ വലുതിന്റെ സ്ക്വയറിൽ നിന്ന് മറ്റേതിന്റെ സ്ക്വയർ കുറയ്ക്കുക. ഓക്കെ, വലുതിന്റെ സ്ക്വയറിൽ നിന്ന് 5 3 4 വലുത് 5 അല്ലേ? 5ന്റെ സ്ക്വയറിൽ നിന്ന് ഇതിനെ കുറച്ചാൽ ഇതിന്റെ സ്ക്വയർ കിട്ടും. ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിനെ കുറച്ചാൽ ഇതിന്റെ സ്ക്വയർ കിട്ടും. ഓക്കെ, ആ ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യണം. ഓക്കെ, അതിന്റെ അവസാന ഭാഗത്തേക്കുള്ള മാത്സിലേക്ക് ഞാൻ കടക്കുകയാണ്. ലൈൻ മാത്ത്, നീളക്കണക്ക്. ഇതാണ് ഇനി നമ്മൾ എടുക്കേണ്ട ഭാഗം. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതും എന്നാൽ പരീക്ഷയ്ക്ക് നിർബന്ധമായും ഉണ്ടാകുന്നതുമായ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അവിടെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കുട്ടികളും ശ്രദ്ധയോടെ ക്ലാസ് കാണുക. ഓക്കെ, അപ്പൊ നീളക്കണക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിലെ, ശ്രദ്ധിക്കോ, ഒരു മട്ടത്രികോണത്തിലെ 2 സൈഡുകൾ തന്നിട്ട് അതിന്റെ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുന്ന വിദ്യയാണ്. 2 സൈഡ് തന്നിട്ട് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ 2 സൈഡ് മാത്രം തന്നിട്ട് ഇത് കണ്ടുപിടിക്കുന്നതാണോ? അല്ല. ഇനി ഇങ്ങനെയുള്ള അതേമാതിരിയുള്ള ചോദ്യത്തില് ശ്രദ്ധിക്കുക കുട്ടികളെ, ഇത് 10 എന്ന് തരിക, ഇത് 8 എന്ന് തരിക എങ്കിൽ ഇത് എത്ര എന്ന് കണ്ടുപിടിക്കുക. അതായത് ഏതെങ്കിലും 2 വശങ്ങൾ തന്നാല് അതിന്റെ തേർഡ് സൈഡ് കണ്ടുപിടിക്കുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്. അപ്പൊ ഈ സൈഡുകളെ ഇതിനെ നമ്മൾ പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഹൈപ്പോട്ടന്യൂസ്. മലയാളത്തിൽ കർണം. ഹൈപ്പോട്ടന്യൂസ് മലയാളത്തിൽ പറയുക കർണം. അതിന് എങ്ങനെയാ മനസ്സിലാവുക? ഒരു റൈറ്റ് ട്രയാങ്കിളില് ലോങ്സ്റ്റ് സൈഡാണ്. അതായത് ഒരു മട്ടത്രികോണത്തിലെ ഏറ്റവും നീളം കൂടിയ വശത്തിനെയാണ് കർണം എന്ന് പറയുക. അപ്പൊ അത് ഒന്നുണ്ടാവും, ഏറ്റവും നീളം കൂടിയത്. മറ്റേ 2 സൈഡുകൾ വ്യത്യസ്തമായിട്ടുള്ള അളവുകൾ വരുന്നത് അത് പറയുക പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നാണ്. അതായത് ലംബ വശങ്ങൾ എന്ന്. പെർപെൻഡിക്കുലർ സൈഡ്സിനെ ഞാൻ സൈഡ് എന്ന് മാത്രം തൽക്കാലം വിളിക്കുന്നു. അപ്പൊ ഇത് ഒരു സൈഡ്, ഇത് ഒരു സൈഡ്, ഇത് ഏറ്റവും വലുതായതുകൊണ്ട് അതിനെ അതും സൈഡാണ്, പക്ഷെ പ്രത്യേക പേരിൽ ഞാൻ വിളിക്കുന്നു ഹൈപ്പോട്ടന്യൂസ്.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ റിലേഷൻ എല്ലാ കുട്ടികളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ സൈഡിന്റെ സ്ക്വയർ പ്ലസ് ഈ സൈഡിന്റെ സ്ക്വയർ ആണ്. അത് മനസ്സിലാക്കാൻ കൂടുതൽ വിഷമിക്കുന്ന വേണ്ട. കർണം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വശത്തിന്റെ സ്ക്വയർ വർഗം പ്ലസ് അടുത്ത വശത്തിന്റെ വർഗം. വശം എന്ന് പറയുന്നത് ഏതാ ഉദ്ദേശിക്കുന്നത്? കർണത്തിനെയല്ല. കർണം വശമാണ്, പക്ഷെ അതിന് പ്രത്യേക പേര് വിളിച്ചു. അതുകൊണ്ട് ഇവയെ എന്ത് വിളിക്കുന്നു നമ്മള്? സൈഡുകൾ. ചെറിയ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ സൈഡ് എന്ന് പറയാ. അപ്പൊ ഏറ്റവും വലിയ സൈഡിനെ കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ രണ്ട് സൈഡുകളുടെ സ്ക്വയറുകൾ കണ്ടിട്ട് കൂട്ടിയാൽ മതി. ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങൾ കണ്ടിട്ട് കൂട്ടിയാൽ മതി. ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, ഏറ്റവും വലിയ വശം തരുന്നു, ചെറിയ ഒരു വശം തരുന്നു എങ്കിൽ ചെറിയ മറ്റേ വശം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് സൈഡ് സ്ക്വയർ കുറക്കണം. കാരണം എന്താ? ഹൈപ്പോട്ടന്യൂസ് ആണ് ഇതിലത്തെ ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇതും ആഡ് ചെയ്തത്, കൂട്ടിയത്. എന്നാൽ ഈ ഭാഗമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതിന്റെ സ്ക്വയറിൽ ശ്രദ്ധിക്കണം, ഏറ്റവും വലുതിന്റെ സ്ക്വയറിൽ നിന്ന് ചെറുതിന്റെ സ്ക്വയർ കുറക്കണം. ഇനി ഈ 8 അവിടെയല്ല, 8 ഇവിടെയാണ് തന്നത് എന്ന് വിചാരിക്കുക. എങ്കിൽ ഇതിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നമ്മൾ ചെയ്യുന്നത് എന്താ? ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഈ ഒരു ഐഡിയ മനസ്സിലായാൽ, പൈതഗോറസ് തിയറം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സ്ക്വയർ ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. മലയാളത്തിൽ പറഞ്ഞാല് കർണത്തിന്റെ വർഗം എന്ന് പറയുന്നത് ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ്. ഇതിന്റെ വർഗം കണ്ടുപിടിക്കുക, ഇതിന്റെ വർഗം കണ്ടുപിടിക്കുക, രണ്ടും കൂടെ കൂട്ടിയാല് ഏറ്റവും വലിയ കർണത്തിന്റെ സ്ക്വയർ ആകും. ഓക്കെ, ഇനി നമുക്ക് ഇതിലത്തെ പ്രോബ്ലത്തെ ഈസി ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. പേജ് 159 ചോദ്യങ്ങളാണ് ഇവിടെ. 6 ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആയാൽ തേർഡ് സൈഡ് കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. തേർഡ് സൈഡ്, ഓക്കെ, തേർഡ് സൈഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ, ഞാൻ ഇതിന്റെ മലയാളം ഇവിടെ എഴുതി വെക്കാം. ലംബവശങ്ങൾ 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആയാൽ മൂന്നാമത്തെ വശം എത്ര എന്നാണ് ചോദ്യം. എല്ലാത്തിനും മൂന്നാമത്തേതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഈ ഒരു ചോദ്യം വരുമ്പോൾ കുട്ടികളെ ഈ ഒറ്റൊന്ന് ചെയ്യാൻ പഠിച്ചാൽ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നോക്കൂ, ഇതിനാദ്യം നമ്മൾ റഫായിട്ടൊരു ചിത്രം വരയ്ക്കാം. റഫായിട്ടൊരു ക്വസ്റ്റ്യൻ വരയ്ക്കും. ഒരു ചിത്രം വരച്ചു. ലംബവശങ്ങളാണ് 6, 8 അല്ലെ, പെർപെൻഡിക്കുലർ സൈഡാണ്. അപ്പൊ ഇതിനെ എഴുതുക 6, ഇതിനെ എഴുതുക 8. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് തേർഡ് സൈഡ് വന്നാൽ ഹൈപ്പോട്ടന്യൂസ്. കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ആണ്. തേർഡ് സൈഡിന് പേരുണ്ടല്ലോ, മൂന്നാമത്തെ വശം എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് എന്തെന്നെ പറയാം? കർണം തന്നെ പറയാം. കർണം എത്ര തന്നെ പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഹൈപ്പോട്ടന്യൂസ് ആദ്യത്തെ പ്രോബ്ലം ആയിട്ട് നമുക്ക് എഴുതാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു സൈഡ് സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ. സൈഡ് സ്ക്വയർ മലയാളത്തിൽ എഴുതിയാല് കർണം സ്ക്വയർ സമം വശം സ്ക്വയർ പ്ലസ് വശം സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിൽ എന്ത് വരാം? അപ്പൊ ഹൈപ്പോട്ടന്യൂസ് കർണം സ്ക്വയർ സമം വശം സ്ക്വയർ പ്ലസ് വശം സ്ക്വയർ. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ 36 പ്ലസ് 8ന്റെ സ്ക്വയർ 64. അത് പഠിച്ചു വെക്കണേ. 1 മുതൽ 10 വരെ മിനിമം പഠിച്ചു വെക്കണം. 25 വരെയുള്ളതിന്റെ സ്ക്വയർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ പ്രോബ്ലം മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയാം. 6 സ്ക്വയർ ഈക്വൽ ടു 6 × 6 ആണ്. അതാണ് 36. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 × 8 ആണ്. അതാണ് 64. ഓക്കെ, 36 64 ആഡ് ചെയ്താൽ നമുക്ക് 100 എന്ന് കിട്ടും. 100 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആണ്? 10ന്റെ സ്ക്വയർ ആണ്. 100 എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര വരും? നമുക്ക് ഉത്തരം എഴുതാം. ഹൈപ്പോട്ടന്യൂസ് ഉത്തരായി. ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എത്ര?
10 സെന്റിമീറ്റർ. ഓക്കെ, ഇത് 100 കിട്ടി. ഇത് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് 100. കർണത്തിന്റെ സ്ക്വയർ ആണ് 100. കർണം സ്ക്വയർ ആണ് 10 സ്ക്വയർ. അപ്പൊ കർണം എത്ര വരില്ലേ? 10 എന്ന് പറയും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് 10 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിന്റെ ഇതേ രീതി വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിൽ അളവ് മാത്രം മാറ്റി കൊടുത്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? പെർപെൻഡിക്കുലർ സൈഡ് 9, 12. അപ്പൊ ഈ ചിത്രത്തില് നമുക്ക് എന്ത് ചെയ്താൽ മതി? നോക്കൂ കുട്ടികളെ, ഇത് 9 എന്ന് എഴുതാം, ഇത് 12 എന്ന് എഴുതാം. ഇതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതേമാതിരി നമ്മൾ അവിടെ എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതേമാതിരി വില കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? സമം 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. കുട്ടികൾക്ക് ഡൗട്ട് ഒന്നും വേണ്ട. ഇതും വേണമെങ്കിൽ 12 എഴുതാം, ഇത് വേണമെങ്കിൽ 9 തിരിച്ചെഴുതിയാലും ആൻസറിലൊന്നും മാറ്റം വരില്ല കേട്ടോ. ഇന്നത് തന്നെ നിർബന്ധമാക്കണ്ട. ഓക്കെ, 9ന്റെ സ്ക്വയർ 81 ആണ്. പഠിക്കണം, 12നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 × 12 144. രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 225 കിട്ടും. 225 പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? ആൻസർ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് 15. കർണം സ്ക്വയർ ആണ്. എന്ത് പറയാ? 15 സ്ക്വയർ. അപ്പൊ ആൻസർ നമുക്ക് രണ്ടാമത്തേന് 15 എന്ന് കിട്ടും. ഓക്കെ, മൂന്നാമത്തത് 7, 24. ഓക്കെ, 7, 24. അപ്പൊ ഇതിനെ ഞാൻ 7 കൊടുക്കാം, ഇതിനെ 24 കൊടുക്കാം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനും ഇതേപോലെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ. 7ന്റെ സ്ക്വയർ 49 ആണ്. 24നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 576 ആണ്. പഠിച്ചു വെച്ചാൽ നല്ലത്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 24 × 24 നോക്കാം. ആദ്യത്തെ ലൈനിൽ 96, രണ്ടാമത്തെ ലൈനിൽ 48, രണ്ടും കൂടെ കൂട്ടിയാൽ 576 കിട്ടും. ഓക്കെ, 576 49 കൂട്ടിയാൽ 625 കിട്ടും. അത് ഏതിന്റെ സ്ക്വയർ ആണെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടും ആ 25ന്റെ സ്ക്വയർ ആണ് കിട്ടും. ആ 25ന്റെ സ്ക്വയർ എന്ന് അറിയാത്ത കുട്ടിയാണ് എങ്കിൽ സമയം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 125, വീണ്ടും 5 കൊണ്ട് 25, വീണ്ടും 5 കൊണ്ട് 5. അപ്പൊ 1, 2, 3, 4, 5 കിട്ടും. അപ്പൊ 2 സ്ക്വയർ റൂട്ട് 1 കിട്ടും. ഈ 2 1. അപ്പൊ 5 മൾട്ടിപ്ലൈ ചെയ്താൽ 25 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? ആൻസർ നമുക്ക് എത്ര കിട്ടും? ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടി? നമുക്ക് 25. ഇത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ്. ഇത് കർണത്തിന്റെ സ്ക്വയർ ആണ്. കർണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ആൻസർ കിട്ടും 25. ഇനി അടുത്തത് 14, 48. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 14, 48. ശ്രദ്ധിക്കൂട്ടളെ, ഇതിന്റെ നേരെ ഡബിളാ വരുന്നത് 14, അതേപോലെ 48. അപ്പൊ എന്താ വരിക? 14ന്റെ സ്ക്വയറും 48ന്റെ സ്ക്വയറും നമ്മൾ കണ്ടു. 14ന്റെ സ്ക്വയർ 196 ആണ്. മറ്റേ നമുക്ക് കിട്ടല് 2304 വരിക. 2304 വരും. 48നെ 48 കൊണ്ട് ഗുണിച്ചാൽ 2304. രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2500 കിട്ടും. ഈ 2500 പറയുമ്പോൾ നമുക്കറിയാം 25 5ന്റെ സ്ക്വയർ ആണ്. 2 0 പകരം 1 0 ഇട്ടിട്ട് സ്ക്വയർ എഴുതാം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 50 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഓക്കെ, 50 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഓക്കെ, കർണം ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ കർണം സമം നമുക്ക് കിട്ടും 50 കിട്ടും. അപ്പോൾ 48 48 കൊണ്ട് ഗുണിക്കണം. ഗുണിക്കാനേ വിഷം കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഈ ആൻസർ വരും. അപ്പൊ 25 0 0 വന്ന് 25ന് 5, 2 0ന് 1 0. ഓക്കെ, അപ്പൊ ആൻസർ എത്ര കിട്ടും? 50 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഓക്കെ, 4. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോബ്ലം നോക്കിയാൽ ഹൈപ്പോട്ടന്യൂസ് 17 സെന്റിമീറ്റർ, സൈഡ് 15. മലയാളത്തിൽ പറഞ്ഞാല് ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാല് കർണം എത്ര? കർണം 17, സൈഡ് എന്ന് പറഞ്ഞാല് വശം എത്ര? 15. അവിടെ നോക്കിക്കോളൂ. ഇതേമാതിരിയുടെ ചിത്രം നമ്മൾ വരച്ചു. ഇതേമാതിരിയുടെ ചിത്രം വരച്ചു കഴിഞ്ഞാല് എന്താണ് കർണവും വശവും? അപ്പോൾ നമുക്ക് എത്ര ആയിട്ട് കർണം കിട്ടുന്നത് 17. ഇതാണ് നമുക്ക് തന്നത് 17. വശം എത്ര തന്നത്? 15. ഓക്കെ, വശം ഇവിടെ എഴുതാ 15, ഇവിടെ എഴുതാം കേട്ടോ. ഓക്കെ,
അപ്പൊ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെന്താണ് കണ്ടുപിടിക്കുന്നത്? സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ സൈഡ് സ്ക്വയർ നമുക്കറിയാം, ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇത് സ്ക്വയർ കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എഴുതാം സൈഡ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വേണമെങ്കിൽ ആ ഫോർമുല എഴുതാം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഗിവൺ സൈഡ് സ്ക്വയർ. മനസ്സിലായില്ലേ? സൈഡ് ഗിവൺ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നിട്ടുള്ള സൈഡ്. മലയാളത്തിൽ എഴുതിയാല് വശം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് വശം സ്ക്വയർ. അപ്പൊ ഈ വശം സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. കർണത്തിന്റെ എത്ര? 17. 17 സ്ക്വയർ മൈനസ് തന്നിട്ടുള്ള വശം എത്ര? 15. 15ന്റെ സ്ക്വയർ. ശ്രദ്ധിക്കണേ, ഇത് കണ്ടുപിടിക്കേണ്ട സൈഡാണ്. ഇതിന്റെ ഉത്തരം 15 എഴുതിയേക്കല്ല, ഇവിടെ 15 എഴുതരുത്. ഗിവൺ സൈഡിനാണ് വില കൊടുക്കേണ്ടത്. അപ്പൊ 17ന്റെ സ്ക്വയർ 289 ആണ്, മൈനസ് 225 ആണ്. 15ന് 15 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുക. അപ്പൊ നമുക്ക് 64 കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? സൈഡ് എന്ന് പറയുന്നത് 64 നമുക്ക് എങ്ങനെ എഴുതാം? 8ന്റെ സ്ക്വയറിൽ എഴുതാം. അപ്പൊ സൈഡ് എത്ര കിട്ടും? 8. സൈഡ് എന്ന് പറഞ്ഞാല് വശം നമുക്ക് 8 എന്ന് കിട്ടി. അപ്പൊ വശം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വലുതിന്റെ സ്ക്വയറും ചെറുതിന്റെ സ്ക്വയർ അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം, കുറക്കണം. ഓർമ്മിക്കണേ, ഇത് കണ്ടുപിടിക്കാൻ കുറക്കുകയാണ് വേണ്ടത്. ഓക്കെ, 6th ക്വസ്റ്റ്യൻ. ഹൈപ്പോട്ടന്യൂസ് 34 സെന്റിമീറ്റർ, സൈഡ് 30. ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാല് കർണം 34, സൈഡ് വശം 30 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ റഫായിട്ട് ഒരു ട്രയാങ്കിൾ വരക്കുക. അതില് ഹൈപ്പോട്ടന്യൂസ് 34, ഏറ്റവും വലുതല്ലേ ഹൈപ്പോട്ടന്യൂസ്? 34 ഏറ്റവും വലിയ സൈഡ് എഴുതുക, അതിന്റെ മറ്റേ വശം 30 എഴുതുക. അപ്പൊ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ചെറിയ സൈഡ് അല്ലേ. അപ്പൊ സൈഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് സൈഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 34 സ്ക്വയർ മൈനസ് 30 സ്ക്വയർ. 34നെ 34 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും 1156 എന്ന് കിട്ടും, മൈനസ് 900. 30ന്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടും? 900 എന്ന് കിട്ടും. അപ്പൊ 1156 900 കുറച്ചാൽ 256 കിട്ടും. 256 ആരുടെ സ്ക്വയർ ആണ്? 16 × 16 ആണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അറിയാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം? 256 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 128 2 64 2 32 2 16 2 8 2 4 2 2 നമുക്ക് 1 2 3 4 5 6 7 8 എണ്ണം ഇവിടെ വരുമ്പോ നമുക്ക് ആവശ്യമുള്ള 4 എണ്ണമാണ് നമ്മുടെ സ്ക്വയർ ആക്കിയിട്ട് എഴുതാൻ പറ്റുക. അപ്പൊ 2 × 2 4 4 2 8 8 2 16. അപ്പൊ 16ന്റെ സ്ക്വയർ ആക്കിയിട്ട് ഈ 256 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വശം നമുക്ക് എത്ര കിട്ടും? വശം സ്ക്വയർ ആണ് 16 സ്ക്വയർ. അപ്പൊ നമുക്ക് വശം കിട്ടും എത്ര? 16 സെന്റിമീറ്റർ. വശം മീൻസ് സൈഡ് കിട്ടും നമുക്ക് 16 സെന്റിമീറ്റർ. അപ്പൊ ഇതപ്പോ 16 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏത് 2 സൈഡ് തന്നാലും നമുക്ക് തേർഡ് സൈഡ് കാണാം. ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. ഇതിന്റെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കൊടുക്കുക. ഇതിന്റെ സൈഡാണെങ്കിൽ ഇതിൽ നിന്ന് ഇത് കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ചെറിയ ആലോചിച്ച് നോക്കിയാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. സ്ക്വയർ ആണ് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്, സ്ക്വയർ ആണ് ആഡ് ചെയ്യുകയും ചെയ്യേണ്ടത്. വർഗമാണ് കുറയ്ക്കുന്നത്, വർഗങ്ങളാണ് കൂട്ടുന്നത്. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, പേജ് നമ്പർ 160 160 രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ നേരത്തെ ചെയ്ത 6 എണ്ണം കണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറഞ്ഞത്? 2 പില്ലേഴ്സ്, അതായത് 2 തൂണുകൾ. ആ തൂണിന്റെ നീളം ഇത് 2 മീറ്റർ ആണ്, ഇത് 5 മീറ്റർ നീളമുള്ള 2 തൂണുകൾ. ആ 2 തൂണുകൾ തമ്മിൽ 4 മീറ്റർ അകലമുണ്ട്. ഒരു തൂണ്, ഇത് തൂണുകളാണ് ഈ മുളയൊക്കെ ഇങ്ങനെ കുത്തിവെക്കില്ലേ, അതേപോലെ വേറൊന്ന് ചെറുത്. അപ്പൊ ഇവർ തമ്മിൽ 4 മീറ്റർ ദൂരമുണ്ട്. എങ്കിൽ ഈ തൂണുകളുടെ ഈ പില്ലേഴ്സിന്റെ പില്ലറുകൾ, 2 പില്ലറുകളാണിത്. അപ്പൊ ഈ 2 പില്ലറുകളുടെ ടോപ്പുകൾ തമ്മിൽ എത്ര ദൂരമുണ്ട്? ഞാൻ ഒന്നുകൂടെ പറയാം. there are 2 pillars, one smaller, മറ്റേത് ലോങ്ങർ ആയിട്ട് 2 പില്ലേഴ്സ് ഉണ്ട്. പില്ലേഴ്സ് ആർ apart from 4 meter. ഇത് 4 മീറ്റർ അകലത്തിലാണ് 2 പില്ലറുകൾ ഉള്ളത്.
എങ്കിൽ ഇവയുടെ ടോപ്പ് മുകൾ ഭാഗം തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്നാ കണ്ടുപിടിക്കേണ്ടത്. ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് അറിയുന്നത് എന്താ? നമ്മൾക്ക് അറിയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളില് ഒരു മട്ടത്രികോണത്തിലുള്ളതാണ് നമ്മൾക്കറിയുന്നത് വശങ്ങൾ കണ്ടുപിടിക്കാൻ. മട്ടത്രികോണം അതായത് റൈറ്റ് ട്രയാങ്കിളില്, ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെയാ ഇത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡാക്കി മാറ്റാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി അല്ലെ? ഇങ്ങനെ ഒരു വര വരച്ച എന്തായി? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയി. അപ്പൊ അവിടെയുള്ള പ്രശ്നമുണ്ട്. റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് കിട്ടിയാൽ മാത്രമേ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒന്ന് നമ്മൾക്ക് കിട്ടിയാല് ഇതിന്റെ ഏതെങ്കിലും സൈഡ് നമുക്ക് കിട്ടുമോ? നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് 4 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 4 തന്നെ ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഇതിന് 4, ഇത് കാരണം ഇതിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരച്ചത്. ഇത് രണ്ടും 90 കുത്തനെ നിൽക്കുന്നതാണ്. അപ്പൊ ഇത് 4. പിന്നെ വീണ്ടും ഏതാ? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ടെന്ന്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് പില്ലറിന്റെ നീളം 5 ആണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് 2 ആണ്. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം 2 ഉണ്ടാവുമല്ലോ. ഇവിടുന്ന് ഇവിടത്തേക്ക് 2 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ബാക്കി എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. ഈ നീളം ഇതിന്റെ അകത്ത് ഞാൻ എഴുതാം കേട്ടോ, ക്ഷമിക്കണം, ഇതിന്റെ അകത്ത് ഞാൻ എഴുതാം. ഈ നീളം 2 ആണ്. അപ്പൊ ഈ നീളം എത്ര കിട്ടി? 3. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് കിട്ടി. ഈ ചിത്രം മാത്രം നമ്മൾ ഇങ്ങനെ വരച്ച് മാറ്റി വരച്ചാല് ഇത് 4 ആയി, ഇതെന്തായി? 3 ആയി. കണ്ടുപിടിക്കേണ്ടത് എന്ത്? ഈ നീളം. കണ്ടില്ലേ? ഈ നീളം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലോ. ഇത് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? HYP ഞാൻ എഴുതാം, അല്ലെങ്കിൽ കർണം എന്ന് എഴുതാം. അപ്പൊ ഏത് ഫോർമുല ഉപയോഗിക്കും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു സൈഡ് സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? അതായത് കർണം സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, 4ന്റെ സ്ക്വയർ 4 4 16, 4 4 16. 3ന്റെ സ്ക്വയർ 3 3 9. 16 9 കൂട്ടി നമുക്ക് എത്ര കിട്ടി? 25. 25 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? 5ന്റെ സ്ക്വയർ ആണ്. അപ്പോ കർണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 5. അതായത് കർണത്തിന് ഇംഗ്ലീഷ് എഴുതണം ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു എത്ര കിട്ടി? നമുക്ക് 5. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവരുടെ ടോപ്പ് തമ്മിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് 2 പോൾസ് നമുക്ക് എഴുതാൻ പറ്റും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമുക്ക് ഇവിടെ എഴുതാം. ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ദി പോൾസ്. നമുക്ക് എത്ര കിട്ടും? ഈക്വൽ ടു 5 മീറ്റർ. മീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നത്, അതുകൊണ്ട് മീറ്ററിലാണ്. അതുകൊണ്ട് ഇത് എത്ര കിട്ടും? 5 മീറ്റർ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും മനസ്സിലാക്കുക. ഇങ്ങനെ വരക്കാൻ തോന്നുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടിക്ക് മാത്രമേ ഈ കണക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട് വരച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ചിത്രത്തില് റൈറ്റ് ട്രയാങ്കിൾ ഇല്ല. അപ്പൊ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ച് റൈറ്റ് ട്രയാങ്കിൾ ആക്കിയത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ടോപ്പ് ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും മനസ്സിലാക്കി പഠിക്കണം. സ്കൂളിൽ എടുക്കുന്ന സമയത്ത് വ്യക്തതയോടുകൂടി ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതുകൊണ്ടുള്ള ഗുണമുള്ളൂ. ഇതിവിടെ നോക്കൂ നിങ്ങൾ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നമുക്ക് പേര് തന്നിട്ടില്ലെങ്കിലും ഈ ടോപ്പ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇവിടുത്തെ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ്, ഈ താഴത്തെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് എങ്കിലും പറയാൻ പറ്റും. ലെങ്ത് ഓഫ് ദി ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ബിലോ. ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. സിമ്പിൾ ആണ് പ്രിയപ്പെട്ട കുട്ടികളെ. ഇവിടെ നിങ്ങൾ അറിയേണ്ടത് റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണത്തിൽ മാത്രമാണ് 2 സൈഡ് തന്നാല് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് വലിയൊരു ട്രയാങ്കിൾ ആണെങ്കിലും അത് റൈറ്റ് ട്രയാങ്കിൾ അല്ല. അപ്പൊ നമ്മൾക്ക് അതിന് എന്ത് മാറ്റാൻ പറ്റും? ഇവരിവിടെ ഈ ഒരു അടയാളം ഇട്ടിട്ട് കണ്ടോ?
ഈ ഒരു അടയാളത്തിന്റെ മീനിങ് എന്താണെന്നറിയോ? ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ട്രയാംഗിളിൽ നിന്ന് ഈ സൈഡ് കണ്ടുപിടിക്കാം, ഇപ്പുറത്തെ ട്രയാംഗിളിൽ നിന്ന് ഈ സൈഡ് കണ്ടുപിടിക്കാം. അപ്പൊ ടോട്ടൽ ലെങ്ത് എടുക്കാൻ ഈസി ആയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കണ്ടോ? ഒന്നിന്റെ വരക്കാം. ഒന്നിന്റെ വരക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കിക്കോ. ഇങ്ങനെ ഒരു ചിത്രം മാത്രം വരച്ചാല്, കുട്ടികൾ ശ്രദ്ധിക്കുക, ഈ ഒരു ചിത്രം മാത്രം ഞാൻ വരച്ചാല് നോക്ക്, ഇത് 13 ആണ്, ഇതെത്രയുണ്ട്? 12 ഉണ്ട്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതും കണ്ടുപിടിച്ചു, പിന്നെ ഇപ്പുറത്തെയും കണ്ടുപിടിച്ച സെയിം ആണ്. ഇത് തന്നെ ആയിരിക്കും ഇപ്പുറം വരിക, കാരണം ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഇതും രണ്ടെണ്ണത്തിലും വരുന്നുണ്ട്. അപ്പൊ ഈ ഒറ്റൊന്ന് മാത്രം കണ്ടുപിടിച്ചിട്ട് ആ വില ഇവിടെ എഴുതിയാൽ ടോട്ടൽ എടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ഒരു സൈഡ് ഉണ്ട്, മറ്റേ സൈഡ് ഇല്ല. അപ്പൊ ഏത് ഫോർമുല ഉപയോഗിക്കും? രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സൈഡ് സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. മനസ്സിലായല്ലോ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഗിവൺ സൈഡിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ 169 ആണ് മൈനസ് 144 ആണ്. 13 169 ആണ്. പഠിപ്പിച്ചു വെക്കണം കേട്ടോ. 12 144 ആണ്. അപ്പൊ 169 144 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 25 എന്ന ആൻസർ ആയിട്ടില്ല. 25 ഏതിന്റെ സ്ക്വയർ ആണെന്ന് അറിയണം. 25 ആരുടെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് സൈഡ് കിട്ടി. സൈഡ് കിട്ടി എത്ര? 5 സെന്റിമീറ്റർ. നമുക്ക് എത്ര കിട്ടി? ഇവിടെ കിട്ടി. അപ്പൊ ഇത് കിട്ടി 5. ഇത് 5 എന്ന് ഞാൻ ബ്രാക്കറ്റിൽ ഇടാം. 5 എന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാല്, ഇത് നമുക്ക് ഇവിടെ 5 ആണെന്ന് കിട്ടിയാല് ഇതും എത്രയായിരിക്കും? 5 തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ വീണ്ടും അതേമാതിരി എഴുതണം. സൈഡ് സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ബോട്ടം സൈഡ് ഓഫ് ദി ലാർജസ്റ്റ് ട്രയാങ്കിൾ എത്ര വരും നമുക്ക് ഇവിടെ? ഇത് 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ബോട്ടം സൈഡ് ഓഫ് രണ്ട് ട്രയാങ്കിൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ലാർജസ്റ്റ് ട്രയാങ്കിൾ എഴുതാം. ബോട്ടം സൈഡ് ഓഫ്, കൺഫ്യൂഷൻ വേണ്ട, ലാർജസ്റ്റ് ട്രയാങ്കിൾ, ഏറ്റവും വലിയ ത്രികോണം. മലയാളത്തിൽ എഴുതുക. ഏറ്റവും വലിയ ത്രികോണത്തിന്റെ താഴെ വശം. ഏറ്റവും വലിയ ത്രികോണത്തിന്റെ താഴെ വശം. ഏറ്റവും വലിയ ത്രികോണത്തിന്റെ താഴെ വശം എത്ര വരും നമുക്കത്? ഇത് 5, ഇതും 5. അപ്പൊ ടോട്ടൽ എത്ര വരും? നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് 5 + 5 ഈക്വൽ ടു എത്ര? 10 സെന്റിമീറ്റർ. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? വെരി ഗുഡ്. നല്ല കുട്ടികളായിട്ട് കൃത്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇതിൽ 4th ക്വസ്റ്റ്യൻ. 2 സർക്കിൾ തന്നിട്ടുണ്ട്, 2 വൃത്തം തന്നിട്ടുണ്ട്. ആ വൃത്തത്തില് AB എന്ന് പറയുന്നത് ഈ വൃത്തത്തിലെ 2 പോയിന്റുകളാണ്. O എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെയാണെങ്കിൽ Pയും Qയും ആണ് വൃത്തത്തിലെ പോയിന്റുകൾ. O തന്നെയാണ് വൃത്തത്തിന്റെ കേന്ദ്രം. കൂടാതെ ഇവിടെ സെന്റർ, കേന്ദ്രം എന്ന് പറഞ്ഞാൽ സെന്റർ. ഓക്കെ, ഇത് PQ ബിന്ദുക്കൾ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ഈ നീളം 5 തന്നിട്ടുണ്ട്, ഇത് 4 തന്നിട്ടുണ്ട്. എങ്കിൽ ABയുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ ഇത് 5 തന്നിട്ടുണ്ട്, ഇത് 3 തന്നിട്ടുണ്ട്. എന്നിട്ട് PQവിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾക്ക് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ, ABയുടെ നീളം കിട്ടണമെങ്കിൽ ഈ നീളം കിട്ടിയാൽ മതി. ഈ നീളം തന്നെയായിരിക്കും ഈ നീളം വരിക. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് ഈ നീളം കണ്ടുപിടിക്കാം. ഈ നീളത്തിന്റെ ഇവിടെ ഞാനൊരു PABC എന്ന് പേര് കൊടുക്കാം. ഇവിടെ C എന്ന് പറയാം. നമുക്കിപ്പോ AC എന്ന് പറയുന്ന അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നത്, ഇവിടെ കണ്ട കുട്ടികളെ, ആ ചിത്രത്തിനെ ഞാൻ ഇങ്ങനെ വരക്കുകയാണ്. ശ്രദ്ധിക്കുക, ആ ചിത്രത്തിനെ ഞാൻ ഇങ്ങനെ വരക്കുകയാണ്. നോക്കിക്കോളൂ. അപ്പൊ ഇത് 5 ആണ്. ഇത് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സൈഡ് അല്ലേ? അപ്പൊ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ശ്രദ്ധിക്കണേ, ഏറ്റവും വലിയ സൈഡ് ഇത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഏറ്റവും വലിയ സൈഡ് വരിക. അപ്പൊ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് 4. അപ്പൊ ഇത് 4, ഇതൊരു സൈഡാണ്. അപ്പൊ 4 എന്ന് പറയുന്നത് സൈഡാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരെയാ? ഇയാള്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സൈഡ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. സൈഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണല്ലോ. അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്തെഴുതാം?
സൈഡ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എഴുതാം, എന്ത് എഴുതാം, 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. സൈഡിന്റെ പേര് വേണമെങ്കിൽ AC എന്ന് വേണം കൊടുക്കാം, AC എന്ന് കൊടുക്കാം നമുക്ക്. AC സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. മനസ്സിലായല്ലോ? ഹൈപ്പോട്ടെന്യൂസ് സ്ക്വയർ മൈനസ് ഗിവൺ സൈഡിന്റെ സ്ക്വയർ, കർണം സ്ക്വയർ മൈനസ് തന്ന സൈഡിന്റെ സ്ക്വയർ. ഓക്കെ, 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25, 5 5 25, 5 5 25 മൈനസ് 4 4 4 4 16 16 ആണ്. 25ന് 16 കുറച്ച് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 9 കിട്ടും. 9 കിട്ടിയ സൈഡ് ആയോ? ഇല്ല. 9 എന്ന് പറഞ്ഞാൽ ആരാണ്? 3ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് സൈഡ് എന്ന് പറയുന്നത് എത്ര കിട്ടും? നമുക്ക് 3 ആണ് കിട്ടുക. ഇതിന്റെ സ്ക്വയർ ആക്കിയിട്ട് എഴുതിയിട്ടുള്ള വിലയാണ് കിട്ടുക. അപ്പൊ AC എന്ന് പറയുന്ന സൈഡ് നമുക്ക് എത്ര കിട്ടി? 3. അപ്പൊ ഈ വശം നമുക്ക് കിട്ടിയത് 3. ഇത് കിട്ടിയപ്പോഴ് 3. ശ്രദ്ധിക്കുക കുട്ടികളെ, ഇത് 3 കിട്ടി. ഇനി ഇവിടെ നോക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു വര വരക്കുന്ന വിചാരിച്ചോ. ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു വര വെച്ചാല് ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയല്ലോ, മട്ടത്രികോണായി. ആ മട്ടത്രികോണത്തില് ഇത് റേഡിയസ് ആണല്ലോ, ആ സർക്കിളിന്റെ റേഡിയസ് അല്ലേ ആരം. ഇത് 5 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 5 ആയിരിക്കും. അതുകൊണ്ട് ഈ സൈഡ് എത്രയായിരിക്കും? ഇത് ഹൈപ്പോട്ടെന്യൂസ് അല്ലേ വരിക. ഈ ട്രയാങ്കിളിന്റെ ഇത് ഹൈപ്പോട്ടെന്യൂസ്. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. അപ്പൊ അതും എത്ര കിട്ടും? 3 തന്നെ ഇതും കിട്ടും. അപ്പോ AB എന്ന് പറയുന്ന നീളം നമുക്ക് എത്ര കിട്ടും? AB എന്ന് പറയുന്ന നീളം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3 പ്ലസ് 3 സമത്ര 6 സെന്റിമീറ്റർ. ഈ ഒന്ന് കണ്ടുപിടിച്ചാല് അത് തന്നെയാണ് രണ്ടാമത്തെ സൈഡും വരിക. കാരണം എന്താ? ഈ ട്രയാങ്കിളിന്റെ ഇത് തന്നെയാണ് ഇതും വരുന്നത്. അപ്പൊ ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറച്ചാല് ഇതിന്റെ സ്ക്വയർ കിട്ടും. കറക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എത്ര കിട്ടി? 6 സെന്റിമീറ്റർ കിട്ടി. ഇനി അതേപോലെ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കുക. ഇവിടെ നോക്കൂ, ഇതേ ചോദ്യം തന്നെ ഇതും. ഈ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ട്രയാങ്കിൾ നോക്ക്, ഈ ട്രയാങ്കിൾ ഇത് 5 തന്നിന്, ഇത് 3 തന്നിന്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇതിനെ ഞാൻ ഇവിടെ 6 പേര് കൊടുക്കാം, 6. അപ്പൊ നമുക്ക് എന്തെഴുതാം? സൈഡ് സ്ക്വയറിലെ കണ്ടുപിടിക്കേണ്ടത്, അതായത് PR-ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. PR-ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, വശത്തിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര എഴുതാം? ഇതല്ലേ ഹൈപ്പോട്ടെന്യൂസ്, കർണം ഇതല്ലേ. അപ്പൊ ഏറ്റവും വലിയ സൈഡ് ഇതാണ്, ചെറിയ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. മനസ്സിലായല്ലോ? ഈ ചിത്രം മാത്രം വരയ്ക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ വരക്കാം. ഇങ്ങനെ വരക്കാം. ഇങ്ങനെ വരച്ചാല് ഇത് 5, ഇത് 3. അപ്പൊ ഇത് കണ്ടുപിടിക്കണം. ഇത് ചെറിയ സൈഡ് അല്ലേ. അപ്പൊ ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറക്കണം. 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. നമുക്ക് എത്ര കിട്ടുന്നൊക്കെ? 5ന്റെ സ്ക്വയർ 25 മൈനസ് 3ന്റെ സ്ക്വയർ 3 3 9. 25 9 പോയാൽ 16. ഈ 16 എന്ന് പറഞ്ഞത് ആരുടെ സ്ക്വയറാ? 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? സൈഡ് അപ്പൊ എത്ര കിട്ടും? 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈഡ് 4 സെന്റിമീറ്റർ. നമുക്ക് കിട്ടുന്നത് 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ PR എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അപ്പൊ അതേപോലെ തന്നെയല്ലേ ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആരെ കണ്ടുപിടിക്കാൻ പറ്റുക? RQനെ കണ്ടുപിടിക്കാൻ പറ്റുക. അത് ഇത് 5 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 5 ആയിരിക്കും. സ്കൂളിൽ പറഞ്ഞു കൊടുക്കണം. ഇത് 5 ആയതുകൊണ്ട് ഇതും 5. ഇതാ ഇപ്പുറം 5 ആയിരുന്നില്ലേ, ഇത് 5 ആയതുകൊണ്ട് ഇതും 5. അപ്പൊ 5 സ്ക്വയറിന് 3 സ്ക്വയർ കുറച്ചാൽ ഈ നീളത്തിന്റെ സ്ക്വയർ കിട്ടും. 5 സ്ക്വയറിന് 3 സ്ക്വയർ കുറച്ചാൽ എത്ര കിട്ടുക? ലാസ്റ്റ് 4 സ്ക്വയർ. അപ്പൊ 4 ഇത് കിട്ടും. അപ്പൊ ഈ ഉത്തരം എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ PR എന്ന് പറയുന്ന സൈഡ് എത്ര കിട്ടും? 4. അതുകൊണ്ട് PQ എന്ന് പറയുന്ന സൈഡ് നമുക്ക് എത്ര കിട്ടും? 4ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതിയല്ലോ. 4ഉം 4ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഉത്തരം കിട്ടും. ഇത് നമുക്ക് കിട്ടുന്നത് 4. ഇത് കിട്ടുന്നത് 4. ഇത് 4 കിട്ടേണ്ട കാരണം ഇത് 4 ആയതുകൊണ്ട് ഇതേമാതിരിയാണ് ഇവിടെയും വരിക. ഓക്കെ. അല്ലെങ്കിൽ ഇതൊക്കെ രണ്ടോട്ടം വീണ്ടും എഴുതണം. വീണ്ടും ഇതേമാതിരി എഴുതിയാലും മതി. അപ്പൊ 4ഉം 4ഉം 8 സെന്റിമീറ്റർ. അപ്പൊ PQവിന്റെ നീളം കിട്ടി 8 സെന്റിമീറ്റർ. നേരത്തെ AB യുടെ നീളം കിട്ടി എത്ര?
6 സെന്റിമീറ്റർ. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ ആവശ്യമുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എല്ലാ കുട്ടികളും മനസ്സിലാക്കിയിരിക്കണം. എന്താ ഇത്രയേ ഉള്ളൂ പോയിന്റ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണത്തില് 2 സൈഡ് എപ്പോഴും തരും. ആ 2 സൈഡ് തരുന്നത് ഏതെന്ന് അറിയണം. ചെറിയ 2 സൈഡാണ് തന്നിരുന്നെങ്കിൽ, പെർപെൻഡിക്കുലർ സൈഡ്സ് ലംബ വശാണ് തന്നിരുന്നെങ്കിൽ അതിന്റെ സ്ക്വയറുകൾ കണ്ടിട്ട് ആഡ് ചെയ്യണം. അപ്പൊ കൂട്ടിക്കിട്ടുന്ന ആൻസറിനെ ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആക്കി എഴുതിയാൽ ആ നമ്പർ ആയിരിക്കും ഹൈപ്പോട്ടിന്യൂസ്, ഏറ്റവും വലിയ സൈഡ് വരിക. അതേ സമയത്ത് ഹൈപ്പോട്ടിന്യൂസ് കർണം ഏറ്റവും വലിയ വശം തന്നു, ചെറിയൊരു സൈഡ് തന്നു. അപ്പൊ ചെയ്യേണ്ടത് മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ചെറിയ സൈഡിന്റെ സ്ക്വയർ കുറക്കണം. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആക്കിയിട്ട് എഴുതണം. ആ കിട്ടുന്ന നമ്പർ ആയിരിക്കും തേർഡ് സൈഡ്, മൂന്നാമത്തെ സൈഡ്. ഇതേ ഉള്ളൂ ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.